ഗൈസ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ഇതെന്താണെന്നില്ലേ? ഇതാണ് നമ്മളെ വിറകടുപ്പ് കേട്ടോ. അതിൽ നമ്മൾ മുട്ടയിട്ട് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പാചകമാണ് മുട്ട റോസ്റ്റ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടായ അടുപ്പിൽ നമ്മളുടെ ഉരുളിയെടുത്ത് എണ്ണ അങ്ങോട്ട് ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണയാണ്. സവാള ഇടയാണ്, തക്കാളി അരിയാണ്. ചൂടായ ഉരുളിയിൽ നമ്മൾ കടുകിട്ട് പൊട്ടിക്കുകയാണ്. അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ സവാള ഇട്ട് നന്നായിട്ട് വഴറ്റണം കേട്ടല്ലോ. ഇനി അങ്ങോട്ട് വയറ്റണം. ഞാൻ കേട്ടില്ല. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മുടെ അളിയൻ ഷിബിനാണ് അത് പാചകം ചെയ്യുന്നത്. അപ്പോൾ ഷിബിനോട് ചോദിക്കാം, ഷിബിനെ ഇന്ന് നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത്? ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ മുട്ട റോസ്റ്റാണ് അളി ഉണ്ടാക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് അളിയ ഇതിൽ സവാളയിൽ ഉപ്പിടാത്തത്? ഇടാത്ത നന്നായിട്ട് ഫ്രൈ ചെയ്യേണ്ട, ഹാഫ് ഫ്രൈ ചെയ്താൽ മതി. ഓ, ഇത് ഹാഫ് ഫ്രൈയിലാണ്. അപ്പോൾ ഇത് വേറെ ലെവൽ, വേറെ വൈബ്, വേറെ മൂഡായി വരുമെന്നാണ് ഷിബിനാണ് പറയുന്നത്. എന്തായാലും ഗൈസ് നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. നമ്മളെ പാചകം വന്നിട്ട് വിറകടുപ്പിലാണ്. ഗ്യാസ് ഉണ്ടായിരുന്നിട്ടും വിറകടുപ്പാണ് അല്ലേ? അതാണ് വിറകടുപ്പിൽ വെക്കുന്നത് വേറെ സ്വാദാണ്. നമ്മുടെ അമ്മാമ്മ അങ്ങനെ മുട്ട നല്ല രീതിയിൽ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പൊളിച്ച് വേറൊരു ബേസിനിലോട്ട് മാറ്റുകയാണ് കേട്ടോ. അടുത്തതായി തക്കാളി, കരിവേപ്പിലയിട്ടപ്പോൾ നല്ല മണമല്ലേ. അപ്പോൾ അതിൻ്റെ കളർ തന്നെ മാറിയില്ലേ അളിയ? മഞ്ഞൾപ്പൊടി, ആഹാ എന്തോ ഒരു മണം. തുടരുത്. ഒരാൾ മുട്ട എടുത്തോണ്ട് ഓടെയാണ് ഗൈ. ഇത് ഇഞ്ചി വെളുത്തുള്ളി തരച്ചതാണ് അല്ലേ? പിന്നെ കുരുമുളകാണ് ഇടുന്നത്. ഗരം മസാല ഇപ്പോൾ നാടൻ ഗരം മസാല ഇപ്പോഴും വറുത്തരച്ചതാണ്. പൊടിച്ചത് വീട്ടിലെ മസാലയാണ് കേട്ടോ, കടയിൽ നിന്ന് മേടിച്ചതല്ല, വീട്ടിലെ മസാലയാണ്. ശകലം ഉപ്പണം. നീ നോക്ക്. മതി. കുറച്ച് വെള്ളം ഇല്ലേ അളിയ? ഒരു ഗ്ലാസ് കൂടെ തന്നാ കുടിക്കും. ചോറായിപ്പോ വീട്ടിലങ്ങ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.